ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന, അധികം ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് അരി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഏതെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് 4 കപ്പ് ബാസ്മതി റൈസ് ആണ് കേട്ടോ വേണ്ടത്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കണം. അപ്പോൾ അത് വളരെ ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പൊടിയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, ഒരു 5-6 ഏലക്കായ, പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പൂ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചൂടായ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് അതൊന്ന് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിടാം. ഇനി അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹനീത്ത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഹനീത്താണ് കേട്ടോ. അറബിക് സ്പെഷ്യൽ ഹനീത്ത് റെസിപ്പിയാണ്. അപ്പോൾ 1 കിലോ ചിക്കൻ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 1 പോട്ട് റെസിപ്പി ആയതുകൊണ്ട് എല്ലാം ചെയ്തെടുക്കുന്നത് ആ ഒരു വലിയ പോട്ടിലേക്കാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് സ്കിന്നോട് കൂടി തന്നെയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഞാൻ ആ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ആ മസാലയൊക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഹനീത്ത് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ അളവിനുള്ള വെള്ളം മാത്രം മതി. അതൊന്ന് നന്നായിട്ട് ചിക്കനിൽ ഒന്ന് കോട്ടായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാം. ബാസ്മതി റൈസ് ഞാനിവിടെ ദാവത്തിൻ്റെ ലോങ് ഗ്രെയിൻ റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാസ്മതി റൈസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. സെല്ല റൈസ് ഒന്നും വേണം എന്നില്ല കേട്ടോ. അതൊരു 4 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കനിലേക്ക്, ആ പോട്ടിലേക്ക് നമുക്കൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ ഒരു 80% വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ആ ചിക്കൻ്റെ പീസസ് അതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ആ ചിക്കൻ സ്റ്റോക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആ പോട്ടിലേക്ക് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ 80%, അത് ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് 2 വശവും നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്ത ആ ഒരു ചിക്കൻ ഞാൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ വേണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 4-5 ഗ്രാമ്പൂ, 4 ഏലക്ക ഇട്ടതിന് ശേഷം ബേ ലീഫ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, ഒരു സവാള നന്നായിട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1 തക്കാളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് അതുകൂടി നന്നായിട്ട്, അതായത് ഈ ചേർക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ വഴണ്ട് കിട്ടണം. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, ആ വെള്ളം 3 കപ്പ് അളന്ന് ഞാൻ ഒഴിക്കുന്നുണ്ട്. അരിയെടുത്ത അതേ കപ്പിൽ തന്നെ 3 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. അതിനുശേഷം ഒരു 4 കപ്പ് അളവിന് വെള്ളം കൂടി, അങ്ങനെ മൊത്തത്തിൽ ഒരു 7 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ മാത്രം, അതായത് ചിക്കൻ ക്യൂബ് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം അത് ചേർക്കാൻ. അതിലേക്ക് ഡ്രൈ ലെമൺ ഞാൻ ഒരെണ്ണം ചതച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ കുതിർത്തി ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബാസ്മതി റൈസ് ഉണ്ടല്ലോ, അത് 4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് മൂടി വെച്ച് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം
ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 10 മിനിറ്റ് അതിനെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ സാധാരണ ബസ്മതി റൈസ് റെഡിയാക്കുന്ന സമയത്ത് ബിരിയാണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവ് റൈസിന് 2 കപ്പ് വെള്ളമാണ് എടുക്കാറ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ അറബിക് റൈസൊക്കെ ഒരുപാടങ്ങ് വെന്ത് പോകുന്ന സ്റ്റൈലല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് 7 കപ്പ് വെള്ളത്തിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കുഴഞ്ഞൊന്നും പോകാതെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി അതൊന്ന് ആവി ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അതിന് മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള അറബിക് ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റൈസാണ് കേട്ടോ. അധികം മസാലയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് യോഗട്ടോ അല്ലെങ്കിൽ അറബിക് റൈസ് ആയതുകൊണ്ട് തന്നെ അറബിക് സാൽസയൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ അറബിക് സാൽസ, അതായത് ടൊമാറ്റോ സാൽസ കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 തക്കാളി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. റൈസ് പോലെ തന്നെ ഇതിൻ്റെ സൈഡായിട്ട് വരുന്ന ഈ ഒരു സാൽസ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ വളരെ കുറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്ലെൻഡറിൽ ഇത് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ ബ്ലെൻഡറിലേക്ക് 2 തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സവാളയുടെ പകുതിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് മല്ലിയില എത്രയും ചേർക്കുന്നോ അത്രയും നല്ലതാട്ടോ. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇലക്ട്രിക് ബ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. അത് കറക്റ്റ് പാകത്തിന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടായാലും നമുക്കിതുപോലെ അരച്ചെടുത്താൽ മതിയാകും കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതൊന്ന് അരച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് പാകത്തിനുള്ള അറബിക് സാൽസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു അറബിക് റൈസും അതുപോലെ അതിന് പറ്റിയൊരു സൈഡ് ഡിഷും ആണെന്ന് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു റൈസ് നമ്മൾ കടയിലൊക്കെ പോയി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വിലയൊക്കെ ആവും. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ ഈദിനോ അല്ലെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. അധികം മസാലയൊന്നും വഴറ്റി സമയം കളയേണ്ടതായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനി പെരുന്നാളൊക്കെ വരികയാണ്. ആ സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.